സിനിമ എന്ന സ്വപ്നം കാണുന്ന ഒരുപാട് പേരുണ്ടാവും. അതിൽ ഇറങ്ങിത്തിരിക്കുന്നവരും കുറെ പേരുണ്ട്, പകുതി വഴി കിട്ടേച്ച് പോകുന്നവരുണ്ട്, അറ്റം കാണാതെ പോകുന്നവരുണ്ട്, ഏതെങ്കിലും ഒരു കാര്യത്തിൽ എത്തിച്ചിട്ട് രക്ഷപ്പെടാതെ പോകുന്നവരുണ്ട്, രക്ഷപ്പെടുന്നവരുമുണ്ട്. ഇത് ഈ പ്രോജക്റ്റ് പകുതിക്ക് നിന്നിട്ട് പിന്നെയും പോയി ഞാൻ ചെയ്യും എന്നൊരു ഡിറ്റർമിനേഷൻ അത് എല്ലാവർക്കും വരാറില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സിനിമ ചെയ്യണം, അത് ചെയ്ത് കംപ്ലീറ്റ് ആക്കി ഇറക്കണം എന്നൊരു ഡിറ്റർമിനേഷൻ ഉണ്ടാവാൻ കാരണം? എന്റെ ചെറുപ്പം മുതൽ എനിക്ക് ആഗ്രഹമായിരുന്നു എന്റെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കണം. പക്ഷെ അന്ന് നമുക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടായില്ല. അപ്പം ഞാനൊരു മാത്സിലാണ് ഡിഗ്രി ചെയ്ത്, പിന്നെ അതിൽ തന്നെ ഞാൻ PhD ചെയ്യുകയും BEd ചെയ്യുകയും പിന്നെ ആ സമയത്ത് തന്നെ ദൈവത്തിന്റെ ത്രോ കൊണ്ട് ഞാനൊരു BSc എക്സാം എഴുതി ഒരു ഗവൺമെന്റ് സ്കൂളിൽ തന്നെ അധ്യാപനമായിട്ട് കയറി. ചെറിയവരായിട്ട് തന്നെ ഒരു 30 വയസ്സ് താഴെ തന്നെ ഗവൺമെന്റ് സ്കൂൾ അധ്യാപനമായിട്ട് കയറി. അപ്പോഴും എന്റെ മനസ്സിൽ ആ ഒരു ആഗ്രഹം ഞാൻ വിട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം ചെയ്തത് ഒരു തിരുവല്ലയിൽ ഒരു പഴയ കടന്നൊരു തിയേറ്റർ, ജേക്കബ് എന്ന് പറഞ്ഞൊരു തിയേറ്റർ എടുത്ത് റിനോവേറ്റ് ചെയ്ത് ഞാൻ റിനോവേറ്റ് ചെയ്ത് അതൊരു ഇപ്പോൾ അത് 4K തിയേറ്ററാണ്, ഒരു അങ്ങനെ ഒരു തിയേറ്ററാക്കി മാറ്റി. അങ്ങനെ ഞങ്ങൾ ആ തിയേറ്റർ തുടങ്ങിക്കൊണ്ടാണ് തിരുവല്ലയിൽ ആശീർവാദ് ഉൾപ്പെടെയുള്ള ആൾക്കാർ വന്ന് ഒരു തിയേറ്റർ, ചിലങ്ക തിയേറ്റർ റിലീസായി. അങ്ങനെ ഒരു സിനിമയ്ക്ക് വന്നപ്പോൾ പിന്നെ അടുത്തൊരു ആഗ്രഹമായിരുന്നു ഒരു സിനിമ ഡയറക്ഷൻ എന്നുള്ളത്. അങ്ങനെ ഞാനും ഷാൻസി ചേച്ചിയും അടക്കമുള്ള ഒരു ഞങ്ങളുടെ സംഘടനയുണ്ട്, മലയാളക്കാർക്കുള്ള പ്രേക്ഷക സമിതി എന്ന് പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ ഇതിനകത്ത് എല്ലാ മാസങ്ങളിലും മീറ്റിംഗ് കൂടും. കോവിഡ് സമയത്ത് ഞങ്ങളൊരു മീറ്റിംഗ് കൂടി. അപ്പൊ ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ് ഒരു സിനിമ ചെയ്യാന്നുള്ളത്. അപ്പൊ ഞങ്ങളുടെ ഒരു പൈസ ഒന്നും ഇല്ല, ആകെപ്പാടെ ഒരു ചെറിയൊരു 2 ലക്ഷം രൂപ 1 ലക്ഷം രൂപ അത്ര ഒരു പൈസ ഉള്ളൂ. അത് വെച്ച് ഞങ്ങൾ തുടങ്ങിയ ഒരു സിനിമ 35 ദിവസം ഷൂട്ട് ചെയ്തു, വിദേശത്ത് ഷൂട്ട് ചെയ്തു. ഞങ്ങൾ ബ്രേക്ക് ആവാതെ ഞങ്ങൾ തന്നെ പൈസ കണ്ടെത്തി ആ സിനിമ ഞങ്ങൾ ഫിനിഷ് ചെയ്തു. പിന്നീട് അങ്ങോട്ട് ചെയ്യുമ്പോൾ ബാക്കി പിന്നെ ഒരു 10, 15, 20 ലക്ഷം രൂപ നമുക്ക് വേണം അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ. എൻ്റെ ആരുടെയും പൈസ ഇല്ലായിരുന്നു. അങ്ങനെ ആ സിനിമ നിന്നുപോയി. അതിനുശേഷം ഞാനും വിദേശത്ത് പോയി, ഞങ്ങൾ വൈഫും വിദേശത്ത് സെറ്റിലായപ്പോൾ നമ്മുടെ മനസ്സിൽ ഈ സിനിമ ഇറക്കണം എന്നുള്ള ആഗ്രഹമാണ്. അപ്പൊ നമുക്ക് അവിടുന്ന് കുറച്ച് ഫണ്ടർമാരെ കിട്ടി. പിന്നെ സിനിമ ബിസിനസിന്റെ കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തി. നമ്മൾ അറിയാവുന്ന സിനിമ എന്ന് പറഞ്ഞാൽ ആ സിനിമ അത് തിയേറ്ററിൽ എത്തുക മാത്രമല്ല, അത് നമുക്ക് മുടക്കിയ പൈസയും തിരിച്ചു കിട്ടണം. അപ്പൊ അങ്ങനെ നമ്മൾ കുറെ ആളുകളുമായിട്ട് സഹകരിച്ച് ഈ സിനിമയ്ക്ക് ഒരു മാർക്കറ്റ് ഉണ്ടായിരുന്നു. ഇതിന്റെ പാട്ടുകൾ തന്നെ നമ്മൾ 2004 വർഷം മുമ്പ് ഇറക്കിയാണ്. ഒരു പാട്ട് അന്ന് തന്നെ 1 മില്യൺ ആയി. ഈ സാനിഫും ഈ മനീഷയും ഷാലറ്റും വിളിച്ച അരികത്തായ അഴക എന്ന പാട്ട് പള്ളി കിട്ടും. ഹിറ്റ് പാട്ട് അരികത്തായ അഴക ജസ്റ്റ് ലിറിക്കൽ വീഡിയോ മാത്രമല്ല, നമ്മളത് കളറിങ് ചെയ്യാതെ ജസ്റ്റ് വിഷ്വൽസ് വെച്ച് ലിറിക്കൽ വീഡിയോ ചെയ്തു. അന്ന് 1 മില്യൺ പ്ലസ് പോയി. അപ്പൊ അതുകൊണ്ട് ഈ സിനിമയ്ക്ക് ഒരു മാർക്കറ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കി രജിസ്ട്രാർ എപ്പോഴും പറയുവാൻ നമുക്ക് ഈ സിനിമ ഇറക്കണം. അങ്ങനെ നമ്മൾ ഈ സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ പല സുഹൃത്തുക്കളും എന്റെ പല സുഹൃത്തുക്കളും ഞങ്ങളും എല്ലാം കൂടി ചേർന്നാണ് ഇപ്പൊ ഈ സിനിമ ഷാൻസി ചേച്ചി ഒക്കെ ഞങ്ങളെല്ലാം കൂടി ചേർന്ന് ഇപ്പൊ ഈ സിനിമ നമ്മൾ അവസാന നിമിഷം നമ്മൾ എത്തി. ആദ്യം നമ്മൾ ആഴ്ചയിൽ 10 തിയേറ്റർ റിലീസ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് സിനിമ അതിന്റെ ഒരു ടെക്നീഷ്യൻ പുറകെ നിന്നത് കരുൺ പ്രസാദിനെ പോലെയുള്ള വലിയ ടെക്നീഷ്യൻസ് ആണ്. നമ്മൾ വിശ്വാസം, വിവേകം പോലുള്ള വലിയ സിനിമകളിൽ ചെയ്തിട്ടുള്ള സൗണ്ട് എഞ്ചിനീയർ, അങ്ങനെയുള്ള ടെക്നീഷ്യൻസ് ഒക്കെ നമുക്ക് നമ്മുടെ സുഹൃത്തിന്റെ പുറത്ത് നിസ്സാര പൈസയൊക്കെ അവരൊന്നും ചെയ്തു. അപ്പൊ അങ്ങനെ ചെയ്തു വന്നപ്പോഴേ നമ്മൾ ആ സിനിമ നമ്മൾ വലിയ റിലീസിലേക്ക് പ്ലാൻ ചെയ്യുകയും അതിന്റെ ട്രെയിലർ നമ്മൾ ഒരു ടെസ്റ്റ് ഡോസ് പോലെ ഇത് എങ്ങനെ ആൾക്കാർ സ്വീകരിക്കുമില്ലെന്ന് അറിയണമെന്ന് വെച്ചുകൊണ്ട് നമ്മൾ ഒരു പാട്ട് നേരത്തെ ഇറക്കിയ ഒരു വെറും 30,000 വ്യൂസ് മാത്രം നല്ല പാട്ട് അജി മർഷാദ് പാടിയ ചന്ദനമഴ വഴി എന്നുള്ള പാട്ട് നമ്മൾ യൂട്യൂബില് വീണ്ടും നമ്മൾ അതിന്റെ വീഡിയോസും കിട്ടും. അതൊരു 3 ലക്ഷം പേര് കണ്ടു. നല്ല റെസ്പോൺസ് ആയിരുന്നു. അപ്പൊ അടുത്തായിട്ട് നമ്മൾ ടെസ്റ്റ് ഡോസ് ആണ് ഇത് ജനങ്ങൾ കാണുമോ ഇല്ലോ അറിയാൻ വേണ്ടി നമ്മൾ ഇതിന്റെ ഒരു ട്രെയിലർ നമുക്കൊരു അന്ന് ഡേ 1 തന്നെ അത് ട്രെൻഡിങ് ആയിരുന്നു. ഡേ 1 തന്നെ അത് 8 ലക്ഷം പേര് കണ്ടു. അന്ന് പറയുന്ന മെയിൻ സിനിമയ്ക്ക് പോലും ആദ്യത്തെ ദിവസം 8 ലക്ഷം പേര് കാണുന്നില്ല. അതിപ്പോ 13-14 ലക്ഷം പേരുള്ളതായിട്ടുണ്ട് ട്രെയിലർ. അടുത്ത് ഒരുപാട് തെരുവിളിയുണ്ട്, ഒരുപാട് പോസിറ്റീവ് കമന്റ് നെഗറ്റീവ് കമന്റ് ഉണ്ട്. പക്ഷെ അപ്പൊ നമുക്ക് മനസ്സിലായി ഈ സിനിമ കാണാൻ വേണ്ടി ഒരു വലിയൊരു ജന വിഭാഗം നമ്മുടെ മുമ്പിലുണ്ട്. പിന്നെ വളരെ ഫാസ്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്തു, ഡേറ്റ് അനൗൺസ് ചെയ്തു, സെൻസറിങ് കൊടുത്തു. സെൻസറിങ് നമുക്ക് പ്രത്യേകം നമ്മളെ സിനിമകളൊക്കെ ഒരു ഇതില്ലാത്ത പ്രത്യേകം ജസ്റ്റ് ഒരു മദ്യപാന സിനിമ മാത്രം ഉള്ളതുകൊണ്ട് നമുക്ക് 13+ കിട്ടി. അത് കട്ടിയാണെങ്കിൽ കിട്ടിയേനെ 13+ കിട്ടി. നമുക്ക് സിനിമ അല്ലാതെ പക്ഷേ ഫാമിലി കാണാൻ പറ്റിയ സിനിമയാണ്. അപ്പൊ 13+ ഇത് കിട്ടി. അതെല്ലാം വലിയ ആശംസയാണ് ചെയ്തു തന്നെ. അപ്പൊ അങ്ങനെ കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് നടത്തി. ഇപ്പൊ നമ്മൾ തിയേറ്ററിൽ എത്തിയാണ്. നമ്മൾ ആദ്യം 30 തിയേറ്ററാണ്, 10 കഴിഞ്ഞ് 30 ആയി. അവസാനം ഇന്നലെ ഞാൻ 44 തിയേറ്ററിൽ ഇട്ടു. ഇന്നും തിയേറ്റർ ആടി, ഇപ്പൊ സെക്കൻഡ് തിയേറ്റർ ആടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 50-55 തിയേറ്റർ ആയിട്ടുണ്ട്. നാളെ മിക്ക റിലീസ് 50-60 തിയേറ്റർ ആയിരിക്കും. നാളെ വൈകിട്ടാകുമ്പോൾ നമുക്ക് 100 തിയേറ്റർ ആയിരിക്കും. അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ട് ഇതിന്റെ. അപ്പൊ ഈ സിനിമ നിങ്ങളുടെ സഹകരണമാണ്. നിങ്ങൾ ഈ സിനിമ ഇതിനെപ്പറ്റിയുള്ള വാർത്തകൾ കൊടുക്കുക. ഈ സിനിമ ഒരു വൻ വിജയമാക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക. ഇതൊക്കെ യുവ കോമളന്മാരല്ലേ, നമ്മളെ സിനിമകൾ വിജയിപ്പിച്ചെങ്കിലേ ഇവർക്ക് അടുത്ത അവസരങ്ങളും കൊടുക്കാൻ പറ്റത്തുള്ളൂ. പല സിനിമകൾക്ക് ചെറിയ ബഡ്ജറ്റും പല സിനിമകളും ഇപ്പൊ ഹെവി ബഡ്ജറ്റുള്ള സിനിമകളുണ്ട്. ചെറിയ 25 ലക്ഷത്തിലൊക്കെ സിനിമകൾ ചെയ്യാന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമില്ല. ഇപ്പൊ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പൊക്കോട്ടിരിക്കുമ്പോൾ 100 കോടി 150 കോടി എന്നൊക്കെ പറഞ്ഞിട്ട്
ഹെവി ബഡ്ജറ്റിൽ താരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമകളിൽ ലോ ബഡ്ജറ്റിൽ സിനിമകൾ ഇറക്കാൻ തുടങ്ങുന്ന ചെറിയൊരു കാര്യമില്ല. പക്ഷെ അത് പ്രേക്ഷകരിലേക്ക് എത്ര നാളെ തിയേറ്ററുകളിൽ നിൽക്കും എന്നുള്ളതാണ് ചോദ്യം. ഇപ്പം ഒരു സിനിമ ഇറങ്ങി അന്ന് വൈകുന്നേരത്തോട് വാഷ് ഔട്ട് ആകുന്ന ഒരുപാട് സിനിമകൾ നമുക്ക് കണ്ടിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം കോൺഫിഡന്റ് ആണ് സുന്ദരി? അവന്റെ പേരെന്തായിരുന്നു? എന്റെ പേര് നിപിൻ. ഏത് ചാനൽ? ഹോട്ട് ആൻഡ് സോ TV. ചുമ്മാ അറിയാൻ വേണ്ടി, കാരണം നിങ്ങൾ പിന്നെ ഇത് കഴിഞ്ഞ് ഇടയ്ക്കൊക്കെ എന്നെ വിളിക്കുമല്ലോ. അപ്പം ആളിനെ ഓർത്ത് വെച്ചാൽ എന്നോട് ചോദ്യം ചോദിച്ചവർക്ക് എന്തായാലും പ്രത്യേകമായിട്ടൊരു അവസരം കൊടുക്കാൻ ഞാൻ ഇവിടെ ശ്രമിക്കുമല്ലോ. ഇപ്പൊ ചോദിച്ചു ചെറിയ പടങ്ങൾ എത്ര നാള് തിയേറ്ററിൽ നിൽക്കും എന്ന്. നമ്മുടെ പടത്തിന്റെ ഞാൻ മനസ്സിലാക്കിയ ഒരെണ്ണം, എനിക്ക് 30 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഇതിനകത്ത്. ബിഗ് ബോസിന് ശേഷം ഞാൻ എൻ്റെ ജോലി കാലടി ശങ്കര കോളേജിൽ അധ്യാപക ജോലി 5 വർഷം, ഞാൻ ഈ വർഷം റിട്ടയർ ചെയ്യേണ്ട ആളാണ്. 5 വർഷം 1.25 കോടി രൂപയും സാലറി നിസാരമായി എഴുതി കളഞ്ഞിട്ട്. കാരണം അന്ന് ലാലേട്ടൻ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് പലർക്കും അറിയാം, ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ ലാലേട്ടൻ പറഞ്ഞാണ് അടുത്ത 2 പടത്തിൽ എനിക്ക് അവസരം തരാമെന്ന്. പക്ഷെ അത് നാളിതുവരെ നടന്നില്ലെങ്കിലും അദ്ദേഹം വലിയൊരു മനുഷ്യനാണ്, പറഞ്ഞ വാക്ക് പാലിക്കും. എൻ്റെ വാട്സപ്പിലുണ്ട്, ഞാൻ ഇടുന്നതിനൊക്കെ മറുപടി അയക്കാറുണ്ട്. തീർച്ചയായും ഞാൻ ഒരുപക്ഷെ നല്ല കഴിവുള്ള ആർട്ടിസ്റ്റാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട തരുമായിരിക്കും. പക്ഷെ അങ്ങനെ ആ ഒരു പ്രതീക്ഷ വെച്ചുകൊണ്ട് എനിക്ക് ഒരു മടിയും കൂടാതെ എൻ്റെ അമ്മ 2019 മെയ് 23 എന്നെ വിട്ടുപോയി. പിന്നെ അമ്മയെ കാണിക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ ഈ അവാർഡുകളും അംഗീകാരങ്ങളും ഗ്ലാസുകളും എല്ലാം എടുത്ത് ഷൈൻ ചെയ്തുകൊണ്ട് നടന്നത്, അമ്മയെ സന്തോഷിപ്പിക്കും. അമ്മ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്കെന്തിനാ ജോലി? സിനിമയിൽ എന്തെങ്കിലും ആവാൻ പറ്റുമോ നോക്കാം, ഒരു ചെറിയ കലാകാരനാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് 2021 ഞാൻ കോളേജ് ജോലി റിസൈൻ ചെയ്തിട്ട് സിനിമയിൽ ഇറങ്ങി. 5 വർഷം കൊണ്ട് ഫുൾ ടൈം ഇതിൻ്റെ പുറകെ പല മേഖലകളിൽ നടക്കുന്നു. 4 സിനിമകളുടെ AD ആയിരുന്നു, ഒരു സിനിമയുടെ പ്രൊഡക്ഷൻ ഡിസൈനറായിരുന്നു, ഒരു പടം കാസ്റ്റിംഗ് ഹെഡായി ചീഫായിട്ട് വർക്ക് ചെയ്തു. അതിലാണ് ഈ അവസരം കൊടുത്തത്. ഇത് പറയാൻ കാരണം, ഈ വിവിധ മേഖലകളിലൂടെ സഞ്ചരിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കി വരണമുണ്ട്, എത്ര കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്നുള്ളതിനേക്കാൾ പ്രധാനം എങ്ങനെ മേക്ക് ചെയ്യുന്നു, എത്ര സ്ക്രിപ്റ്റിന്റെ ബലം, എത്ര ഡയറക്ടർ അത് ഏത് രീതിയിലാണ് മേക്ക് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളതെന്ന് ഞാൻ മനസ്സിലാക്കി. കാരണം ജനത്തിന് ഇഷ്ടപ്പെടണമെങ്കിൽ, നമുക്കൊരു എക്സാമ്പിൾ എടുത്താൽ, എത്രയോ 100-200 കോടി, എത്രയോ കോടികൾ ചെലവാക്കിയ പടങ്ങൾ വമ്പൻ പരാജയങ്ങളായി അല്ലേ? ഞാൻ പ്രത്യേകിച്ച് പേരെടുത്ത് പറയണ്ടല്ലോ. അല്ലാതെ തന്നെ അറിയാം, സൂപ്പറായിട്ട് വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെ ചെയ്ത് വലിയ കോടികൾ ചെലവാക്കിയ സിനിമകൾ ഇവിടെ വമ്പനായിട്ട് പൊളിഞ്ഞു. എന്നാൽ വാഴ പോലെയുള്ള ചില പുതുതലമുറ കുട്ടികളെ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകളെ വെച്ചുകൊണ്ട് ചെയ്ത, അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള ചെറിയ പടം സൂപ്പറായിട്ട് വിജയിച്ചു. വാഴയിലുള്ള കഥ നമുക്കെല്ലാം അറിയാമെന്നുള്ളതാണ്. പക്ഷെ അത് എങ്ങനെ മേക്ക് ചെയ്തു എന്നുള്ളതിനനുസരിച്ചാണ് ആ പടം ഹിറ്റായത്. ശരിയല്ലേ? നമുക്കൊന്ന് ചിന്തിക്കാൻ കഴിയുന്നതിന് മുമ്പ്, ഇതിപ്പോ നമ്മൾ അത് ചിന്തിക്കുന്നതിന് മുമ്പ് അത് അടുത്ത ഫ്രെയിമിലേക്ക് പോയി. അങ്ങനെ പടപടപടപടേന്ന് സാധനം കഴിഞ്ഞു പോവുകയായിരുന്നു. കാരണം ഭാവിയിൽ എനിക്കും ഡയറക്റ്റ് ചെയ്യണം, പ്രൊഡക്ഷൻ ഫീൽഡിൽ വരണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാൻ ഈ സംഗതികളെല്ലാം നോക്കുന്നത്. അപ്പം ചെറിയ ബഡ്ജറ്റിൽ നല്ല പടങ്ങൾ എടുക്കാൻ കഴിയുമെങ്കിൽ, കോസ്റ്റ് പ്രൊഡക്ഷൻ കുറച്ചുകൊണ്ട് നല്ല പ്രൊഡക്ഷൻസ് ചെയ്യാൻ, നല്ല പടങ്ങൾ എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ബിസിനസ് മേഖലയുമാണ്. ആ വലിയ 10 കോടി ചെലവാക്കി ഒരു പടം എടുക്കുന്ന സ്ഥലത്ത് 10 കോടി ചെലവാക്കി 10 സിനിമകൾ എടുക്കുമ്പോൾ ഒരുപക്ഷെ 100ഓളം പുതിയ തലമുറ ആർട്ടിസ്റ്റുകൾക്ക് അവസരങ്ങൾ കൊടുക്കാനും അതിനെ ഏറ്റവും നല്ല രീതിയിൽ വിജയിപ്പിക്കാനും ജനങ്ങളുടെ ഇടയിൽ എത്തിക്കാനും പറ്റും. ഇവിടെ കൂടുതൽ പൈസ പലപ്പോഴും ചെലവാകേണ്ടി വരുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം. സിനിമ എടുക്കുന്നതിന് പോലെ തന്നെ പ്രൊമോഷൻ എന്ന് പറയുന്ന പരിപാടിയിൽ പോസ്റ്ററുകൾ അടിക്കുകയും നമ്മൾ കട്ടൗട്ടറും അത് ഹോൾഡിങ്ങുകളും അങ്ങനെ എല്ലാ പ്രൊമോഷൻ വർക്കുകൾ ചെയ്തു വരാൻ ഭീകരമായ പൈസ ആവുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വലിയ ബോർഡുകളോ ഹോൾഡിങ്ങുകളോ ഒന്നും ഞങ്ങളുടെ ഈ സ്വപ്നസുന്ദരി സിനിമയ്ക്കില്ല. പകരം നിങ്ങളെന്ന് പറയുന്ന ഹോൾഡിങ്ങുകളാണ് ഞങ്ങളുടെ മുമ്പിലുള്ളത്. അപ്പം ആ തരത്തിൽ ചെറിയ രീതിയിലാണ് അത് കണ്ടത്. അപ്പൊ നമ്മൾ വലിയ പടം വലിയ ബഡ്ജറ്റിൽ എടുക്കാം, പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നല്ല ക്വാളിറ്റി പ്രൊഡക്ഷൻ ചെയ്തുകൊണ്ട് ചെറിയ ബഡ്ജറ്റിൽ എടുത്ത പടങ്ങളും ഇവിടെ സൂപ്പർ ഹിറ്റുകൾ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് പണം ചെലവാക്കുന്നതിനേക്കാൾ വേണ്ടി വരുന്നു. ഇപ്പോൾ വലിയ ആർട്ടിസ്റ്റ് മൂല്യമുള്ള വലിയ രാജ്യങ്ങളിലൊക്കെ പോയി, പല രാജ്യങ്ങളിലും പോയി വലിയ ആർട്ടുകളൊക്കെ ചെയ്തു വരുന്ന വമ്പൻ പടങ്ങൾക്ക് തീർച്ചയായിട്ടും കോടികളുടെ ആവശ്യമുണ്ട്. പക്ഷെ ഞങ്ങളെപ്പോലെയുള്ള പുതിയ തലമുറയിലെ അല്ലെങ്കിൽ പുതിയ ആൾക്കാർക്ക് അവസരങ്ങൾ കൊടുക്കാൻ ചെറിയ പടങ്ങളുടെ പ്രൊഡ്യൂസർമാർ മനസ്സ് കാണിക്കുന്നു. അതുകൊണ്ട് ചെറിയ പടമാണെങ്കിലും സ്ക്രിപ്റ്റ് വർക്ക് എങ്ങനെയുണ്ട്, അതിൻ്റെ മേക്കിംഗ് എങ്ങനെയുണ്ട് എന്നുള്ളതാണ് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ക്ലിയർ അല്ലേ? ജിൻഡോ ഇതിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ. ജിൻഡോ ഒരു താരതമ്യേന അധികം പടത്തിൽ അഭിനയിച്ചിട്ടില്ല. അപ്പൊ ജിൻഡോയുടെ അഭിനയത്തെ എങ്ങനെ വിലയിരുത്തുന്നു? ജിൻഡോ എനിക്ക് തോന്നുന്നു ബിഗ് ബോസിന് മുമ്പ്, അന്ന് ഞാനാണ് ബിഗ് ബോസ് കഴിഞ്ഞത്. ഞാൻ
സീസൺ 2 കഴിഞ്ഞിട്ട് വന്നപ്പോഴാണ് സാറ് എന്നെ വിളിക്കുകയും ഞാൻ അതിലേക്ക് ചെയ്യാൻ പോകുന്നത്. ആ സമയം ജിൻഡോ ബിഗ് ബോസിന്റെ ആളല്ലായിരുന്നു. പക്ഷെ ജിൻഡോ ആറാടിയ ഒരു സിനിമയാണ്. ജിൻഡോ അഴിഞ്ഞാടിയ ഒരു സിനിമ എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കണോ വേണ്ടേ എന്നുള്ളത് ആണ് ഞാൻ രസകരമായ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ. കാരണം നമ്മൾ എന്റെ മോനെ ജിൻഡോ എന്ന് പറയുന്ന ആർട്ടിസ്റ്റിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്നല്ലേ നീ ചോദിച്ചത്. അതിന് ഏറ്റവും ബെസ്റ്റ് വാക്കാണ് ഞാൻ പറഞ്ഞത്. പലരും ഇപ്പം പറയുന്നു ജിൻഡോ നേരെ ചെയ്യൂല, ജിൻഡോ അങ്ങനെ ചെയ്യില്ല, ജിൻഡോ പെർഫോമൻസ് മോശമാണ്, ജിൻഡോ മസിൽ പിടിച്ചിരിക്കുന്നത്. പക്ഷേ സ്വപ്ന സുന്ദരി എന്ന് പറയുന്ന ഒരു സിനിമ നീ ഒന്ന് പോയി കണ്ടു നോക്ക്. ജിൻഡോയും ഡോക്ടർ ഷിനു ശ്യാമളനും കൂടെ പെർഫോം ചെയ്തിരിക്കുന്ന ഓരോ ഫ്രെയിമുകളും കണ്ടാണല്ലോ നിങ്ങൾ ഇരിക്കുന്ന സീറ്റിൽ നിന്ന് എണീച്ചു പോകും. ആ കണക്കിന് ആറാടിയ പടമാണ് ജിൻഡോ. ജിൻഡോ എന്ന് പറയുന്ന ഒരു സൂപ്പർ ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ജിൻഡോയുടെ പല കഴിവുകളും പുറത്ത് നേരിട്ട് കാണാൻ അവസരം കിട്ടിയ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ജിൻഡോ ബിഗ് ബോസിൽ കണ്ട ജിൻഡോ അല്ല, നല്ലൊരു കലാകാരനാണ്. അദ്ദേഹത്തിന്റെ അന്ന് ഈ ബിഗ് ബോസിന്റെ ഇമേജ് അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. ഇപ്പം അദ്ദേഹത്തിന് ബിഗ് ബോസിന്റെ ഇമേജ് ഉണ്ട്. രണ്ടും രണ്ട് തരമാണ്. പറഞ്ഞ് മനസ്സിലായോ? ആ ഇമേജ് എനിക്ക് അപ്പോഴും ഇമേജ് ഇല്ല, ഇപ്പോഴും ഇമേജ് ഇല്ല. ഞാൻ അങ്ങനെ ഇമേജ് നോക്കുന്ന ആളല്ല. കാരണം ഞാൻ വളരെ ലോയിൽ നിന്ന് താഴെ നിന്ന് കയറുന്ന ആളാണ്. ഞാൻ എപ്പോഴും ആ താഴത്തെ തട്ടിലെ ആൾക്കാരുടെ കൂടെ നിൽക്കാനും കൂടാനും കമ്പനി കൂടാനും നടക്കുന്ന ആളാണ്. നമുക്കൊരു ഇമേജിന്റെ ചട്ടക്കൂട്ടുകളും താല്പര്യമില്ല. സാധാ പാവപ്പെട്ട ഒരു മനുഷ്യനാണ്. അന്നും ഇന്നും എന്നും അങ്ങനെയായിരിക്കും. പക്ഷെ ഇപ്പം ജിൻഡോയ്ക്ക് ഇമേജുകളുണ്ട്. പക്ഷെ അന്ന് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ ഞാൻ പോസിറ്റീവാണ് പറയുന്നത്. ഏറ്റവും ഗംഭീര പെർഫോമൻസ് ആയിരുന്നു ജിൻഡോയിൽ നിന്ന്. ഈ സ്വപ്ന സുന്ദരിയിൽ ജിൻഡോ അഭിനയിച്ച ആ പെർഫോമൻസ് ലെവലിൽ ഇപ്പൊ ജിൻഡോ എന്നോടൊപ്പം 3 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ഇപ്പൊ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫാമിലി സർക്കസ് എന്ന് പറയുന്ന ഒരു സിനിമ, ദേവത എന്ന് പറയുന്ന സിനിമ, അതിൽ ഞാനാണ് വില്ലൻ ദേവതത്തിൽ. അപ്പൊ ഈ സിനിമകളിലൊക്കെ ജിൻഡോയുടെ പെർഫോമൻസ് ഞാൻ നോക്കിയപ്പോൾ സ്വപ്ന സുന്ദരിയിൽ കണ്ട അത്രത്തോളം റേഞ്ചിലേക്ക് ജിൻഡോ എത്തിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പം ബിഗ് ബോസിന് മുമ്പ് ജിൻഡോ നല്ലൊരു ആർട്ടിസ്റ്റ് ആയിരുന്നു. ബിഗ് ബോസിന് ശേഷം നമുക്കിനി ഇറങ്ങാനിരിക്കുന്നതേ ഉള്ളൂ ആ സിനിമകൾ. അതുകൊണ്ട് ഞങ്ങളൊക്കെ എൻജോയ് ചെയ്തതായിരുന്നു അല്ലേ സാറേ? ഡാൻസ് പോലും ആരും പഠിപ്പിച്ചു കൊടുത്തില്ല. ഒന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ് അല്ലേ ജിൻഡോ കാലൊക്കെ തൂക്കി പോരിയൊക്കെ കഴിച്ചു അല്ലേ? അയാൾക്ക് ഭയങ്കരമായിട്ട് അവർ തമ്മിൽ ഡാൻസും ഡ്യൂറ്റുകളും പിന്നെ വെള്ളത്തിൽ ചാട്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. അതിനകത്ത് എന്താ പറയാ, നല്ല അടിപൊളിയായിട്ട് ആണ് ജിൻഡോ. ജിൻഡോ അതിന് കുറച്ച് ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ എനിക്ക് കുറച്ച് പറയാൻ പറ്റത്തില്ല. ഞാൻ രസകരമായി അത് പ്രസന്റ് ചെയ്തു എന്നുള്ളത്. അതിനകത്ത് യഥാർത്ഥ വില്ലൻ ആര് എന്നുള്ളത് നിങ്ങൾ പടം കാണുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും. സെൻട്രൽ അല്ലെങ്കിൽ നായകന്മാർ ആരൊക്കെയാണ് അതെല്ലാം നിങ്ങൾക്ക് ബോധ്യപ്പെടും. വില്ലൻ എന്ന് തോന്നിപ്പിക്കുന്ന ലുക്കിനകത്ത് ഉള്ള ആള് പാവമാണോ നിരപരാധിയാണോ അതോ വേറൊരാളാണോ യഥാർത്ഥത്തിൽ ക്രൈം ചെയ്തിരിക്കുന്നത്, അതാണ് ഒരു ക്രൈം ത്രില്ലർ എന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു സസ്പെൻസ് അങ്ങ് പോകും. അപ്പം ചിലപ്പോൾ നമ്മൾ ക്രൂരൻ എന്ന് കാണുന്ന ആളായിരിക്കണമെന്നില്ല യഥാർത്ഥ ക്രൂരൻ അല്ലേ? നമ്മൾ ഇപ്പോഴത്തെ ബിഗ് ബോസ് നോക്കിയാൽ നെവിൻ എന്ന് പറയുന്ന പയ്യനെ നമ്മൾ ആദ്യം എന്നെ സംബന്ധിച്ച് ഞാൻ കണക്ട് ചെയ്ത് തന്നെ പറയാം. കണക്ട് ചെയ്ത് എനിക്ക് ആദ്യം ഇഷ്ടമില്ലായിരുന്നു. ഇപ്പോഴത്തെ സീസൺ 7 നെവിനെ എനിക്ക് ആദ്യം ഇഷ്ടമില്ല. ഇതെന്തോന്ന് ചാട്ടം ബഹളം എന്നുള്ളത്. ഇപ്പൊ ഞാൻ നെവിന്റെ ഭയങ്കര ഫാനായിട്ട് നെവിനെ എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാന്ന് ആലോചിച്ച് ഒറ്റയാൾ പട്ടാളം പോലെ ഞാൻ നെവിന് വേണ്ടി പ്രവർത്തിക്കണം. അപ്പം ഒരാളിന്റെ ലുക്കിലല്ല, അദ്ദേഹത്തിന്റെ പെർഫോമൻസിലാണ് യഥാർത്ഥത്തിൽ നമ്മൾ മാർക്ക് ഇടേണ്ടത്. അതിൽ ആ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ വില്ലനാണോ അതോ നായകനാണോ, ആരാണ് അതിലെ വില്ലൻ എന്നുള്ളത് സിനിമ കാണുമ്പോൾ മനസ്സിലാക്കുന്നതാണ് ഏറെ നല്ലത്. ഇതങ്ങ് പറഞ്ഞു പോയാൽ അതിന്റെ 3-4 സസ്പെൻസുകളിൽ ഒരെണ്ണം വെളിയിലായി പോകും. അതുകൊണ്ടാണ് കേട്ടോ.